രാഗങ്ങളുടെ ഉത്സവമായ രാഗോത്സവത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. അഭീഷ്ടവരദ ശ്രീ മഹാഗണപതേ നിപ നിസരിഗ പനിസരി സനി പഗരി ഗപനി അഭീഷ്ടവര പനി സരി ഗരി സനി സരി സനി സനി പഗ ഗപ ഗപനി ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ രിഗ സരി ഗപനി സനി സനി പഗരി സരി ഗപനി രിഗ പാർവതി പതി നിനി സപനി ഗപനി നിപ ഗപരി സരി ഗപ ഗപനി സാനി ഗപനി രാഗങ്ങളെ മോഹങ്ങളെ. നമസ്കാരം. നമസ്കാരം. ഞാൻ കാവാലം ശ്രീകുമാർ. ഞാൻ എം ജയചന്ദ്രൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹനം, സിന്ധുഭൈരവി എന്നീ രാഗങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്നത്തെ രാഗം, മൂന്നാം ഉത്സവമായ ഇന്നത്തെ രാഗം ഷഡ്ജം, നിഷാദം, പഞ്ചമം, ഗാന്ധാരം, ഋഷഭം, രിഗപനിസ ഗപനിസ പനിസ നിസ ഹംസധ്വനി രാഗം. ഇന്ന് ഹംസധ്വനിയുടെ ഉത്സവമാണ്. ഈ ഉത്സവം കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ഈ രാഗത്തിൻ്റെ ഭാവവും അതിൻ്റെ വർണ്ണവും അതിൻ്റെ എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് നമുക്ക് തീർച്ചയുണ്ട്. ഈ ഹംസധ്വനി എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ഒരുപാട് സംഗീത ശാസ്ത്രകാരന്മാർ പറയുന്നത് ഈ പ്രതിഷ്ഠ, വിഗ്രഹ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ ഹംസ സോഹം, സോഹം ഹംസ എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് അത് പ്രതിഷ്ഠ ചെയ്യുന്നത്. ആ ഹംസ സോഹം സോഹം ഹംസ എന്നുള്ള ആ ഉച്ചാരണത്തിൻ്റെ ധ്വനി, അത് ആ മന്ത്രതന്ത്രം, ആ ധ്വനിയാണ് ഈ രാഗത്തിൽ വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ രാഗം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എനിക്കൊന്ന് രാമസ്വാമി ദീക്ഷിതരാണ്. ഇതിൽ കീർത്തനം ആദ്യമായിട്ട് ഈ വാതാപി എന്നുള്ള കീർത്തനം രചിച്ചത് മുത്തുസ്വാമി ദീക്ഷിതരാണ്. മുത്തുസ്വാമി ദീക്ഷിതരുടെ കീർത്തനത്തിൽ ഹംസധ്വനിയെ പറ്റി പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, ഹംസധ്വനി ഭൂഷിത ഹേരംബം.
കളർഫുള്ളായിട്ട് വായിക്കാവുന്ന ഒരു രാഗമാണ്. ഗം ഗണപതേ നമോ നമ വരവല്ലഭരമണ വിനായക നിന്നു വിനബ്രോസുടകു അഭീഷ്ടവരദ ശ്രീ മഹാഗണപതേ വാതാപി ഗണപതി. ഇപ്പം നമ്മൾ പാടിയതെല്ലാം ഗണപതി പറ്റിയുള്ള കീർത്തനങ്ങളല്ലേ? എന്തുകൊണ്ടാണ് ഈ ഹംസധ്വനി എന്നുള്ള രാഗത്തിൽ ഇത്ര അധികം ഗണപതി സ്തുതികൾ വരാനുള്ള കാരണം? ഒരു സംഗീത കച്ചേരിയിൽ വർണ്ണം പാടിക്കഴിഞ്ഞാൽ ഗണപതി സ്തുതിയാണ് നമ്മൾ ആരംഭിക്കാറുള്ളത്. മിക്കവാറും ഗണപതി സ്തുതികൾ ഈ രാഗത്തിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഒരു മംഗളകരമായ രാഗം ആയിട്ടാണ് കരുതപ്പെടുന്നത് ഹംസധ്വനി. അതുകൊണ്ട് തന്നെ ആകാം വളരെയധികം കൃതികൾ ഈ ഗണപതിയുടെ പേരിൽ രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കച്ചേരിയുടെ ആരംഭത്തിൽ പാടുന്നത്. പിന്നെ ആ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ തീവ്രസ്വരങ്ങളാണല്ലോ. സരി ഗ പ നീ സ സ നീ പ ഗ രി സ ചതുശ്രുഷഭം അന്തരഗാന്ധാരം കായൽ നിഷാദം ഈ സ്വരങ്ങളെല്ലാം തീവ്രസ്വരങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കച്ചേരിക്കൊരു മേളക്കൊഴുപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പാടാറ്. ഈ രാഗത്തിന് വല്ലാത്തൊരു വശീകരണ ശക്തിയുണ്ട്. ഒരു മംഗളകരമായ ഒരു രാഗമാണ്. ശരിക്ക് ഒരുപാട് കച്ചേരികൾ ഞാൻ കേട്ടപ്പോൾ എല്ലാവരും ആദ്യം തന്നെയാണ് ഈ രാഗം അവതരിപ്പിക്കുന്നത്. ചിലപ്പോൾ വർണ്ണത്തിന് ശേഷമാകാം, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഹംസധ്വനിയിൽ തന്നെ തുടങ്ങി. അത് അത്ര മംഗളകരമായ രാഗം. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നായിരിക്കും. ഈ രാഗത്തിൽ അനവധി സിനിമാ ഗാനങ്ങൾ പാടിയൊരു ഗായികയുണ്ട്. പൊതുവെ പാടുമ്പോൾ നമുക്കുമൊക്കെ വളരെയധികം സന്തോഷം തോന്നാറുള്ള രാഗമാണ് ഹംസധ്വനി. അതിനകത്ത് ഡിവോഷണൽ സോങ്സ് ഒരുപാട് പാടിയിട്ടുണ്ടെങ്കിലും ഫിലിമിൽ പാടിയിട്ടുള്ളത് നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ. ഈ ഹംസധ്വനി നമ്മുടെ സംഗീതത്തിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ശരിക്ക് ഒന്ന് രണ്ട് സംഗീതജ്ഞർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കഥയാണത്. എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിയിലെ വലിയ ഉസ്താദ് ആയിരുന്ന ബഡേ ഗുലാം അലി ഖാൻ സാബ്, അദ്ദേഹം GN ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ പാട്ട് കേട്ട് വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അതുപോലെ എപ്പോഴും ഈ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരും നമ്മുടെ സംഗീതജ്ഞരും തമ്മിൽ ഒരു ബന്ധമുണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രാഗങ്ങൾ പലതും അങ്ങോട്ടെടുക്കുകയും അവിടുത്തെ രാഗങ്ങൾ സിന്ധുഭൈരവി പോലത്തെ രാഗങ്ങൾ നമ്മൾ ഇങ്ങോട്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹംസധ്വനി പറ്റി പറയുമ്പോൾ ഹരിപ്രസാദ് ചൗരാസിയുടെ ഫ്ലൂട്ട് വായന
അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചേരുന്ന ഒരു വായനയാണ്, പ്രത്യേകിച്ചും ഹംസധ്വനി രാഗം. അദ്ദേഹം ഈ രാഗത്തിൽ ഒരു കോമ്പസിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, കേട്ടിട്ടില്ലേ? ധ്വനിയിലുള്ള ഗാനങ്ങൾ എല്ലാം കമ്പോസ് ചെയ്തിട്ടുള്ളത് രവീന്ദ്രൻ മാഷാണ്. അപ്പോൾ ഞാനൊരു പാട്ടുകാരനാകാൻ വേണ്ടി നടന്ന കാലത്ത് ഈ അരയും മുറിയും കോറസും ഒക്കെ പാടുന്ന കാലഘട്ടം ഒരു സംഗീതത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രശസ്തനായ അറിവിലും പരിജ്ഞാനത്തിലും എല്ലാ രീതിയിലും പ്രായത്തിലും ഒക്കെ മുതിർന്ന ഒരു സംഗീത സംവിധായകൻ്റെയൊക്കെ കോറസ് പാടാൻ ഞാൻ പോയി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം. സിനിമയ്ക്ക് പറ്റുന്ന രാഗങ്ങൾ, സിനിമാ ഗാനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രാഗങ്ങൾക്ക് സമ്പൂർണ്ണ രാഗങ്ങൾ 7 സ്വരങ്ങളുള്ള രാഗങ്ങളിൽ ചെയ്യാനാണ് ഏറ്റവും എളുപ്പം, അതാണ് സാധ്യത. അല്ലാണ്ട് പിന്നെ സമ്പൂർണ്ണമല്ലാത്ത രാഗങ്ങൾ കൊണ്ട് ലളിത സംഗീതം അല്ലെങ്കിൽ സിനിമാ സംഗീതം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് അദ്ദേഹം ഉദാഹരണത്തിന് പറഞ്ഞതാണ് പനി സാ സനി ബഗരി സ രി ക പ നി. 2 സ്വരങ്ങൾ കുറവുണ്ട് സമ്പൂർണ്ണതയ്ക്കില്ലേ. അപ്പോൾ 5 സ്വരമുള്ള ഇങ്ങനെയുള്ള രാഗങ്ങൾ വെച്ച് ലളിതഗാനങ്ങളോ അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങളോ ചെയ്യാൻ പറ്റില്ല അദ്ദേഹം തറപ്പിച്ചതാണ്. കാരണം അത് പറയാനുള്ള അതോറിറ്റി ഉള്ള ആൾ തന്നെയാണ് അദ്ദേഹം. ഇതെൻ്റെ മനസ്സിൽ വളരെ കാലമായിട്ട് ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഒരു പിടുത്തമില്ല. ഞാനൊരു മ്യൂസിക് ഡയറക്ടറായപ്പോൾ താരാട്ട് എന്നുള്ള പടം ചെയ്യാൻ സമയത്ത് എന്തുകൊണ്ട് നമുക്ക് വളരെ ലളിതമായ രീതിയിൽ ഹംസധ്വനിയിൽ ഒരു പാട്ട് ചെയ്തുകൂടെ? രാഗങ്ങളെ മോഹങ്ങളെ തനാനി നന്നല്ലേ, വളരെ ലളിതമായിട്ട് ആർക്കും പാടാൻ പറ്റുന്ന ആ പാട്ട് ആ കാലഘട്ടത്തിൽ വളരെ ഹിറ്റായ പാട്ട്. തനനാനി കൊണ്ടുവാ. ഹംസധ്വനിയിൽ ഏറ്റവും കൂടുതൽ പാട്ട് ഞാൻ തന്നെയായിരിക്കും ചെയ്തിട്ടുള്ളത്. അതും പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ശ്രീവിനായകം നമാമ്യകം ശ്രീവിനായകം നമാമ്യകം ശ്രീവിനായകം നമാമ്യകം ദയാ ശുഭവരദ ശ്രീവിനായകം നമാമ്യകം നമാമ്യകം. കഥകളിൽ പല രാഗങ്ങളും ഉപയോഗിക്കുന്നുണ്ടല്ലോ. സിന്ധു ഭൈരവി. അതെ. ഹംസധ്വനി കഥകളിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഹംസധ്വനി സാധാരണയായിട്ട് കഥകളിയിലില്ല. ഇതുവരെ ആരും ഒരു പുസ്തകത്തിലും ആരും പഠിപ്പിച്ചിട്ടുമില്ല, ആരും ഇതുമായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചിലർ ഹംസധ്വനി അത് ചില സ്ഥലങ്ങളിൽ പ്രയോഗിക്കുന്നുണ്ട്. അത് അത്രയേ ഉള്ളൂ. ഹംസധ്വനി കഥകളിയിൽ ഇതുവരെ ആരും എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ടുള്ള കഥകളി രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഗ ഗ ഗ പരി സ സനി പ സ സരി. ഒറിജിനലായിട്ട് ഇങ്ങനെയല്ല, ഒറിജിനൽ വേറെ രാഗത്തിലാണ്. ഞാൻ ഇളമാൻ കണ്ണിലൂടെ എന്നുള്ള ഗാനം ഇപ്പോൾ ഹംസധ്വനിയിലൊന്ന് പാടി നോക്കിയതാണ്. എന്തുകൊണ്ടാണ് ഈ ഹംസധ്വനി ഇത്ര അധികം പ്രിയകരം എല്ലാവർക്കും? കാരണം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്ന വാതാപി ഗണപതിയും എന്ന് പറയുന്ന പാട്ടാണ് അല്ലേ. അപ്പോൾ പിന്നെ എന്താ പറയണ്ടേ, ഇപ്പം കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ഹംസധ്വനി പെട്ടെന്ന് മനസ്സിലാവും. ഒന്നത്. രണ്ടാമത്, ഈ ഹംസധ്വനി രാഗത്തിനെന്ന് പറഞ്ഞാൽ 7th കോഡാണത്. ആ കോഡ് പിടിക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ടാവും പാട്ട് ചെയ്യാൻ. ഹംസധ്വനി രാഗത്തെപ്പറ്റി നമ്മൾ പല അഭിപ്രായങ്ങളും കേട്ടു. ഇത് മംഗളകരമായ രാഗമാണ്, തുടക്കത്തിന് പറ്റിയ രാഗമാണ്, ലളിത സംഗീതത്തിനും പറ്റിയ രാഗമാണ്, ഫ്ലൂട്ടിൽ വായിച്ചാൽ അസാധ്യമായിരിക്കും. ശരിയാണ്. ഈ രാഗം ഒരുപാട് മഹാരഥന്മാർ, ശാസ്ത്രീയ സംഗീതത്തിൻ്റെ മഹാരഥന്മാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും കേൾക്കാനുള്ള ഭാഗ്യം ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കാസറ്റിൽ കൂടെ മാത്രം കേൾക്കാനുള്ള ഭാഗ്യമേ ഉള്ളൂ. അത് നേരിട്ട് കേട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരു സംഗീതത്തിനെ നമുക്ക് പരിചയപ്പെടാം. എത്ര നാളായി താങ്കൾ ഈ ഗാനശേഖരം റെക്കോർഡിംഗ് തുടങ്ങിയിട്ട്? 15 വർഷം ആയിട്ടുണ്ട്.
ഏതാണ്ട് എത്ര ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ കാണും? മിക്കവാറും പ്രധാനപ്പെട്ട പഴയ ആർട്ടിസ്റ്റുകളുടെ ഇപ്പോഴത്തെ പുതിയ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും ലൈവ് കൺസേർട്ട് തന്നെ, അതായത് വർണ്ണം മുതൽ മംഗളം വരെ. അത് ആരുടെയൊക്കെയാണെന്ന് പറയാമോ? അരിയക്കുടി രാമാനുജ അയ്യങ്കാർ, മഹാരാജപുരം വിശ്വനാഥ അയ്യർ, ശാത്തൂർ സുബ്രഹ്മണ്യം, GNB, പാപനാശം ശിവൻ മുതലായ എല്ലാവരുടെയും പ്രോഗ്രാംസ്, പഴയ തലമുറയിൽപ്പെട്ടതും പുതിയ ആൾക്കാരും, അതായത് ശേഷഗോപാൽ, തൃശ്ശൂർ രാമേന്ദ്രൻ, ഇവരുടെ എല്ലാവരുടെയും കൺസേർട്സ്, ലൈവ് കൺസേർട്സ് സൂക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ എസ് രാമനാഥൻ്റെ കൺസേർട്സ് അത് എത്ര എന്നൊരു മിക്കവാറും ഏറ്റവും വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന കീർത്തനമാണ്. കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂഡ് എന്താണെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഈ പല സന്ദർഭത്തിൽ പല പല മൂഡിലാണ് എത്തിക്കാറ്. പൊതുവെ ഒരു ഗാംഭീര്യമാണ്. മാത്രമല്ല ഹംസധ്വനിയുടെ ആലാപനം കഴിയുമ്പോഴത്തേക്ക് ആകപ്പാടെ ഓഡിയൻസൊക്കെ ഒന്ന് ഒരു വിജിലൻ്റ് ആവും, സ്റ്റേജിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും, ഭാഗവതരെ ഒന്ന് ആകർഷിക്കപ്പെടും. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഹംസധ്വനിയുടെ ആലാപനം കഴിയുമ്പോൾ പ്രത്യേകമായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഹംസധ്വനിയുടെ കൃതിയുടെ അവസാനം മിക്കവാറും സ്വരങ്ങൾ എല്ലാവരും പാടാറുണ്ട്. വാതാപിയിലാണെങ്കിലും ഏത് കൃതിയിലാണെങ്കിലും. ഈ ഹംസധ്വനി രാഗത്തിൽ സ്വരം ഏറ്റവും വളരെ അതീവ ഹൃദ്യമായ രീതിയിൽ അവതരിപ്പിച്ച ആരായിട്ട് തോന്നിയിട്ടുണ്ട്? മധുരമണിയരാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത, സാഹിത്യം വളരെ പെട്ടെന്ന് തീർത്തിട്ട് കൂടുതൽ സമയം സ്വരങ്ങൾ പാടാനായിട്ട് ഉപയോഗിക്കുന്നൊരു രീതി അദ്ദേഹത്തിൻ്റെ കച്ചേരി കണ്ടിട്ടുണ്ട്. അത് തന്നെ ഈ ഹംസധ്വനിയുടെ ആലാപനത്തിൽ പ്രത്യേകിച്ചു. അതുപോലെ തന്നെ ഈ രാഗം പാടുന്നതിൽ അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? KV നാരായണസ്വാമി, KVN ഹംസധ്വനി പാടുന്നതിൽ എനിക്ക് ഏറ്റവും ഈ രാഗ ആലാപനത്തിൽ ഏറ്റവും കൂടുതൽ ഹൃദ്യമായിട്ട് തോന്നിയിരിക്കുന്നത് ശ്രീ KV നാരായണസ്വാമിയുടെ ഹംസധ്വനി ആലാപനമാണ്. രാഗങ്ങളെ മോഹങ്ങളെ തുമ്പിപ്പെണ്ണി വാവാ തുമ്പച്ചോട്ടിൽ വാവാ ഉത്രാടപ്പൂ നിലാവേവാ മനതാരിലെന്നും പൊൻകിനാവും കൊണ്ടുവാ. ഹംസധ്വനി രാഗം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മൂഡ് വരുന്നൊരു രാഗമാണ്. നമ്മളെ വളരെ പെട്ടെന്ന് ഒരു ഉണർവിലേക്ക് നയിക്കുന്ന ഒരു രാഗമാണ് ഹംസധ്വനി. അതുകൊണ്ട് തന്നെ ഇത് കച്ചേരികളിൽ ആദ്യത്തെ ഐറ്റമായിട്ട് മിക്കവാറും പണ്ട് തൊട്ടേ പാടി വരുന്നുണ്ട്. ഇതിന് 5 സ്വരങ്ങൾ മാത്രമേ ഉള്ളൂ. സ രി ഗ പ നി സ സ നി പ ഗ രി സ. ഇനി കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കിപ്പോൾ തന്നെ അറിയാം. ഏതാണ്? ഹംസധ്വനി. കഴിഞ്ഞ ആഴ്ചയിലെ മത്സരവിജയി TV രാജാമണി, ലക്ഷ്മി കൃപ, അയ്യപ്പൻകാവ്, കൊച്ചി 18. ഇനി ഈ ആഴ്ചത്തെ ചോദ്യം. ശ്രാന്തമംബരം നിദാഘോഷ്മള
സ്വപ്നാക്രാന്തം. കാളിദാസൻ മരിച്ചു, കണ്വമാമുനി മരിച്ചു, അനസൂയ മരിച്ചു, പ്രിയംവദ മരിച്ചു, ശകുന്തള മാത്രം മരിച്ചില്ല. ഈ രാഗം ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അടുത്ത ആഴ്ച ഈ രാഗം ഏതാണെന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: രാഗോത്സവം, കൈരളി TV, ഫോർട്ട് PO, തിരുവനന്തപുരം.